മക്കളെ, ഇന്ന് നമുക്ക് പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുകൻ ഹിരണ്യകശിപുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കഥ കേൾക്കാം. ഹിരണ്യകശിപുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹിരണ്യാക്ഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ? ഹിരണ്യാക്ഷനെ വരാഹാവതാരമായിട്ട് വന്ന് മഹാവിഷ്ണു വധിച്ച കാര്യവും ഭൂമിയെ വീണ്ടെടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ചത് ആരാ? മഹാവിഷ്ണുവാണ്. അപ്പോൾ പിന്നെ മഹാവിഷ്ണുവിനോട് ഹിരണ്യകശിപുവിന് ദേഷ്യമായിരിക്കുമോ സ്നേഹമായിരിക്കുമോ? ദേഷ്യം തന്നെയായിരിക്കും അല്ലേ? ഭയങ്കര ദേഷ്യമായിരുന്നു. ആദ്യമേ വൈരം ഉണ്ടായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു. അനിയനെ വധിച്ചതുകൊണ്ട് പൂർവാധികം വിഷ്ണു വൈരിയായി തീർന്നു. ആരാ? ഹിരണ്യകശിപു. അസുരവൈരിയായ ആ ഹരിനാരായണനെ ഏതു വിധവും വധിക്കണം എന്ന് ഹിരണ്യകശിപു ഉള്ളിൽ ഉറച്ചു. വിഷ്ണുവിനെയും വിഷ്ണുപ്രിയന്മാരെയും ഒന്നടങ്കം വധിക്കാൻ കരബലം പോരാ, ശക്തി പോരാ എന്ന് തോന്നിയതുകൊണ്ട് വരബലം കൂടെ വേണമെന്ന് നിശ്ചയിച്ച് ആ ദാനവേന്ദ്രൻ, അതായത് അസുരൻ, എന്താ ചെയ്തത്? കയാതു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അവരെയും രാജധാനിയെയും ഒക്കെ വെടിഞ്ഞ് മന്ദരപർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുമ്പ് ജ്യേഷ്ഠനും അനുജനും കൂടി തപസ് അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അത് പോരാതെ വീണ്ടും തപസ്സിന് പുറപ്പെട്ടു. കഠിനമായ തപസ്സായിരുന്നു. ആരെയാ? ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ കമലാസനൻ, അതായത് കമലത്തിൽ ആസനസ്ഥനായവൻ ആരോ അവൻ, അതാരാ? ബ്രഹ്മാവ്. കമലം എന്ന് വെച്ചാൽ എന്താ? താമര കേട്ടോ. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അതിശയകരങ്ങളായ വരങ്ങളാണ് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത്. അതെന്താണെന്നറിയോ? ദേവഗന്ധർവ കിം പുരുഷാദികൾ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, മത്സ്യാദി ജലജന്തുക്കൾ, അമ്പരചാരികളായ പക്ഷികൾ തുടങ്ങിയ 3 ലോകത്തിലുമുള്ള ഒരു ജീവിയും എന്നെ കൊല്ലാൻ പാടില്ല. അതാണ് ചോദിച്ചത്. ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് ഞാൻ മരിക്കരുത്. അത് 2ാമത്തെ കണ്ടീഷൻ. യാതൊരു ആയുധങ്ങളും കൊണ്ട് എന്നെ ആരും കൊല്ലാൻ പാടില്ല. അതിലും വിശേഷിച്ച് രാത്രിയും പകലും എനിക്ക് മരണം സംഭവിക്കരുത്. ഇങ്ങനെയൊക്കെ അത്ഭുതപ്പെടുത്തുമാറ് കാര്യങ്ങളാണ് വരമായിട്ട് ആര് ചോദിച്ചത്? ഹിരണ്യകശിപു ചോദിച്ചത്. അപ്പോൾ ഈ വിധത്തിലുള്ള വരം നൽകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്, ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലെങ്കിൽ, ഇത് തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വരങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഹിരണ്യകശിപു. അപ്പോൾ പിന്നെ ഹിരണ്യകശിപുവിൻ്റെ വരാഭ്യർത്ഥന കേട്ട് ബ്രഹ്മാവ് തെല്ലി നേരം ചിന്തിച്ചു. എങ്കിലും കൊടുത്തു. ആ വരം അതുപോലെ തന്നെ കൊടുത്തു. തൻ്റെ പുത്രൻ മരീചിയുടെ പൗത്രനാണ്, അതായത് പുത്രൻ്റെ പുത്രനാണ് ഹിരണ്യകശിപു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട് ബ്രഹ്മാവും ഹിരണ്യകശിപുവും തമ്മിൽ. അപ്പോൾ ആ വംശബന്ധ സ്നേഹം കാണിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കാം ആ ചോദിച്ച വരം അങ്ങ് കൊടുത്തു. അങ്ങനെ ഹിരണ്യകശിപു തപസ് സമർപ്പിച്ച് ഈ വരബലമൊക്കെ കിട്ടിയപ്പോൾ പൂർവാധികം അഹങ്കാരിയായി തീർന്നു.